പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെപ്പോഴും സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടുകൂടെ എപ്പോഴും വസിക്കുവാൻ കാണിച്ച വലിയ കാരുണ്യവാനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, ഈ ദിവസത്തിൻ്റെ മധ്യേ ഞങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ അങ്ങയോട് എന്നും അടുപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കുവാനും മാനസാന്തരപ്പെടുത്തുവാനും അങ്ങയോടുള്ള അവിടുത്തെ കാരുണ്യത്തെ നുകരുവാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഈ 3 മണിയുടെ അഭിഷേകത്തിൽ കർത്താവെ, ഞങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ അന്തരീക്ഷം കോലാഹലമാകുമ്പോഴും ശബ്ദായമനമാകുമ്പോഴും കർത്താവെ, അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഞങ്ങൾ അറിയുന്നു. സങ്കീർത്തകനോടൊപ്പം തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു. യാക്കോബിന്റെ ഭാഗതയും അവിടുന്ന് പുനഃസ്ഥാപിച്ചു. അങ്ങയുടെ ജനത്തിന്റെ അകൃത്യം അങ്ങ് മറന്നു. അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു. അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു. തീക്ഷ്ണമായ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളോട് അങ്ങയുടെ രോഷം പരിത്യജിക്കണമേ. അങ്ങ് എന്നേക്കും ഞങ്ങളോട് കോപിഷ്ഠനായിരിക്കുമോ? അങ്ങയുടെ ജനം അങ്ങിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകിയല്ലോ. ഓ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും അകൃത്യങ്ങളും മറക്കുന്ന അവിടുത്തെ ആ വലിയ കാരുണ്യത്തെ ഞങ്ങൾ ഓർക്കുന്നു. ആ കാരുണ്യത്തിന് ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളെയും എല്ലാ പാപങ്ങളെയും ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിൽ മനസ്താപത്തോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പുതിയൊരു ജീവിതത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈ 3 മണിയുടെ അഭിഷേകത്തിൽ കർത്താവിൻ്റെ കാരുണ്യത്തെ ധ്യാനിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ധ്യാന വിഷയമാക്കുന്നത് വിശ്വാസത്തിൻ്റെ അനുസരണത്തിലാണ്. വിശ്വാസത്തിൻ്റെ അനുസരണത്തിൽ നമ്മൾ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുക. നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് റോമാക്കാരുടെ ലേഖനം പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. ആ വിശ്വാസം നമ്മളിൽ എല്ലാവരിലുമുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നും നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഈ വിശ്വാസം മാത്രം മതിയോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാത്തിന്റെ ജീവിതത്തെ പറ്റി നമ്മൾ ധ്യാനിക്കുന്നത്. അബ്രഹാത്തോട് ഒരു പ്രദേശത്തിൽ നിന്നും പിതാവായ ദൈവം താൻ കാണിച്ചു കൊടുക്കുന്ന നഗരത്തിലോട്ട് ചെല്ലുവാനായിട്ട് പിതാവ് കൽപ്പിച്ചപ്പോൾ ആ വിശ്വസിച്ച അബ്രഹാം അത് പ്രവർത്തിക്കുകയും ചെയ്തു. പിതാവായ ദൈവത്തിന്റെ കൽപ്പന വിശ്വസിക്കുക മാത്രമല്ല, ആ വിശ്വാസം തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു. ഒരു പ്രദേശത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്ന ഭവനവും തനിക്കുണ്ടായിരുന്ന സ്വത്തും തനിക്കുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് ദൈവം കാണിച്ചു കൊടുത്തിരിക്കുന്ന ആ വഴികളിലൂടെ കടന്നു ചെന്ന് ദൈവം പറയുന്ന വാക്കനുസരിച്ച് കൂടാരം കെട്ടിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് തയ്യാറാവുന്ന അബ്രാഹത്തെയാണ് നമ്മൾ കാണുന്നത്. അവിശ്വാസം ജീവിച്ച ഒരു പിതാവ്, വിശ്വാസത്തിൻ്റെ പിതാവ് എന്ന് അതുകൊണ്ടാണ് നമ്മൾ അബ്രാഹത്തെ വിളിക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ച അബ്രഹാം തനിക്ക് ആറ്റുനോറ്റുണ്ടായ ഏകപുത്രന് പിതാവ് ചോദിച്ചപ്പോൾ ആ പുത്രനെ പോലും ബലിയർപ്പിക്കുവാൻ മടിക്കാതെ ആ മലയിൽ ചെന്ന് ബലിയർപ്പിക്കുവാനായിട്ട് തയ്യാറായ അബ്രഹാമിനെയാണ് നമ്മൾ കാണുന്നത്. ആ വിശ്വാസം ബലിയിലൂടെ, പൂർണ്ണമായ പ്രവൃത്തിയിലൂടെ അബ്രഹാം അത് ജീവിച്ചു കാണിച്ചു. ഈ വിശ്വാസം നമ്മളേവരിലും
കർത്താവ് ഇന്ന് ഈ നിമിഷം ആഗ്രഹിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല, ആ വിശ്വാസം നമ്മൾ ജീവിക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നെന്ന് പറയുമ്പോൾ കർത്താവായ ഈശോ എനിക്ക് വേണ്ടി മരിച്ചുവെന്നും എനിക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തുവെന്നും നമ്മൾ ഹൃദയത്തിൽ പൂർണ്ണമായി ആ സമർപ്പണത്തോടെ ഏറ്റെടുക്കുകയാണ്. ആ വിശ്വാസം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഈ നിമിഷം മുതൽ, വിശ്വസിക്കുന്ന ആ നിമിഷം മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്ന നിമിഷമാണ്. എൻ്റെ പാപമായ ജീവിതം ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്ന നിമിഷങ്ങളെല്ലാം ഞാനൊരു പുതിയ മനുഷ്യനായി മാറുന്നു. എൻ്റെ തെറ്റായ ജീവിത രീതിയിൽ നിന്ന് ഞാൻ പുതിയൊരു ജീവിതത്തിലോട്ട് പ്രവേശിക്കുന്നു. റോമാക്കാരുടെ ലേഖനത്തിൽ 6-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകുവാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാമം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ പഴയ രീതിയിൽ ജീവിതം തുടങ്ങുന്നതിലല്ല നമ്മുടെ വിശ്വാസം സന്നിഹിതയായിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തെ ഉടനീളം പൂർണ്ണമായിട്ട് മാറ്റിക്കളയുന്നു. ദൈവത്തിലുള്ള വിശ്വാസം നമ്മളെ പുതുതാക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്, യേശു ക്രിസ്തുവിലായിരിക്കുന്ന ഏവനും പുതിയൊരു സൃഷ്ടിയാണ്. നമുക്കൊരു പുതിയൊരു സൃഷ്ടിയായി മാറി ജീവിക്കുവാനായിട്ട് നമുക്ക് ഈ 3 മണിയുടെ ഈ കരുണയുടെ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യനാഥന്റെ സാന്നിധ്യത്തിൽ ആ സ്നേഹത്തിൻ്റെ നിറവിലായിരിക്കുമ്പോൾ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അത് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് അപേക്ഷിക്കാം. റോമാക്കാരുടെ ലേഖനത്തിൻ്റെ 8:14 നമ്മൾ വായിക്കുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ നിമിഷം നമ്മൾ ഈശോയുടെ കാരുണ്യത്തെ സ്വീകരിക്കുവാനായിട്ട്, നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത ഈശോയുടെ ആ വലിയ സ്നേഹത്തെ അറിയുവാനും അനുഭവപ്പെടുവാനും ആ വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കുന്നവരായി മാറുവാനും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ പ്രഘോഷിക്കുന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷം ജീവിക്കുന്നവരായി മാറുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വിശ്വാസം ജീവിച്ച് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്ന സങ്കടങ്ങളിലും കഷ്ടപ്പാടുകളിലുമെല്ലാം ധീരതയോടെ നമുക്ക് വിശ്വാസം ജീവിക്കുന്ന ധീരപടയാളികളായി, ദൈവത്തിൻ്റെ പടയാളികളായി നമുക്ക് മാറാം. കർത്താവായ ഈശോ മിശിഹായുടെ പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും ധ്യാനിക്കുന്ന നമ്മൾ അവിടുന്ന് നമുക്ക് നേടിത്തന്ന ആ രക്ഷ നേടുവാൻ, അപൂർണ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും, ആ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുവാനും പ്രാവർത്തികമാക്കുവാനും നമ്മൾ നിമിഷം കർത്താവായ ഈശോയിൽ നിന്ന് ആഗ്രഹിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മുടെ വേദനകളും ആവശ്യങ്ങളും നമ്മൾ ഇന്ന് പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ട എല്ലാവരെയും, പ്രാർത്ഥിക്കാൻ ഉള്ള ആരുമില്ലാത്തവരെയും ഈ നിമിഷം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
ശരണപ്പെടുന്നു. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി ദേവി. ആരാധന 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 ആരാധന. പയളങ്ങി ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.